ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 3 മൊഡ്യൂൾ 3 വരുന്നത് സഞ്ചാര സാഹിത്യം, ജീവചരിത്ര സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നിവയാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനിയുള്ള സാധ്യതാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി ഉള്ള ചോദ്യങ്ങളായിരിക്കും പറയുക. ഇതിൽ SCRTയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു റിവിഷനാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഒരു കവി എഴുതിയ സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ ഒരു നാടകൃത്ത് എഴുതിയ കവിത, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കാറുണ്ട്. ഇപ്പോൾ സഞ്ചാര സാഹിത്യത്തിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കഴിഞ്ഞ തവണ ചോദിച്ചത് ബാൾട്ടിക് ഡയറി ആരെഴുതി എന്നുള്ളതാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെയാണ് ബാൾട്ടിക് ഡയറി. ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്നത് വർത്തമാന പുസ്തകമാണ്. അത് പാറേമക്കൽ തോമാ കത്തനാരുടെയാണ്. പദ്യത്തിൽ എഴുതിയ ആദ്യ യാത്രാ വിവരണം ധർമ്മരാജയുടെ രാമേശ്വര യാത്രയാണ്. പദ്യത്തിൽ എഴുതിയ ആദ്യ യാത്രാ വിവരണം ധർമ്മരാജയുടെ രാമേശ്വര യാത്രയാണ്. മലയാളത്തിലെ ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. വയലാർ എഴുതിയ സഞ്ചാര സാഹിത്യമാണ് പുരുഷാന്തരങ്ങളിലൂടെ. വയലാറിൻ്റെയാണ് പുരുഷാന്തരങ്ങളിലൂടെ. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയാണ് വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ. സ്മാരകശിലകളൊക്കെ എഴുതിയ സ്മാരകശിലകൾക്കാണ് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. NVയുടെയാണ് ഉണരുന്ന ഉത്തരേന്ത്യയൊക്കെ എഴുതിയ NVയുടെ ഒരു സഞ്ചാര സാഹിത്യമാണ് അമേരിക്കയിലൂടെ. അമേരിക്കയിലൂടെ NV കൃഷ്ണവാര്യർ. അമേരിക്കൻ തിരശീല എഴുതിയത് തകഴിയാണ്. അമേരിക്കൻ തിരശീല തകഴി, അമേരിക്കയിലൂടെ NV കൃഷ്ണവാര്യർ. ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളത് MDയുടെയാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ MD. അമേരിക്കയിലൂടെ NV കൃഷ്ണവാര്യർ, അമേരിക്കൻ തിരശീല തകഴി, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളത് MDയുടേതാണ്. ഉത്തര ശ്യാംദിശി ഗിരിപർവം, ഇതൊക്കെ വേദരത്നാകരം എഴുതിയ ആളുടെയാണ്. ആരാണ്? D ബാബുപോളാണ്. ഉത്തര ശ്യാംദിശി ഗിരിപർവം, ഇതൊക്കെ D ബാബുപോളിൻ്റെയാണ്. നിരൂപകനായിട്ടുള്ള ആശാ മേനോൻ എഴുതിയ സഞ്ചാര സാഹിത്യ കൃതിയാണ് ഹിമാലയ പ്രത്യക്ഷങ്ങൾ. ആശാ മേനോൻ്റെയാണ് ഹിമാലയ പ്രത്യക്ഷങ്ങൾ എന്നുള്ളത്. ജോസഫ് മുണ്ടശ്ശേരിയുടെയാണ് ഒറ്റനോട്ടത്തിൽ ജോസഫ് മുണ്ടശ്ശേരിയുടെയാണ്. കാക്കനാടൻ എഴുതിയതാണ് കുടജാദ്രിയുടെ സംഗീതം. കുടജാദ്രിയുടെ സംഗീതം എന്നുള്ളത് കാക്കനാടൻ്റെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിൻ്റെ കൃതികൾ കാലക്രമത്തിൽ തന്നെ പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ SK പൊറ്റക്കാടിൻ്റെ സഞ്ചാര സാഹിത്യ കൃതികൾ കാപ്പിരികളുടെ നാട്ടിൽ, ഇന്തോനേഷ്യൻ ഡയറി, കാപ്പിരികളുടെ നാട്ടിൽ, ഇന്തോനേഷ്യൻ ഡയറി, നൈൽ ഡയറി, കാപ്പിരികളുടെ നാട്ടിൽ, ഇന്തോനേഷ്യൻ ഡയറി, നൈൽ ഡയറി. ഇന്നത്തെ യൂറോപ്പ്, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, ഇന്തോനേഷ്യൻ ഡയറി, നൈൽ ഡയറി. ഇന്നത്തെ യൂറോപ്പ്, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, ബാലിദ്വീപ്. കാപ്പിരികളുടെ നാട്ടിൽ, ഇന്തോനേഷ്യൻ ഡയറി, നൈൽ ഡയറി. ഇന്നത്തെ യൂറോപ്പ്, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, ബാലിദ്വീപ്. ബൊഹീമിയൻ ചിത്രങ്ങൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ, കെയ്റോ കത്തുകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. കാപ്പിരികളുടെ നാട്ടിൽ, ഇന്തോനേഷ്യൻ ഡയറി, നൈൽ ഡയറി. ഇന്നത്തെ യൂറോപ്പ്, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, ബാലിദ്വീപ്. ബൊഹീമിയൻ ചിത്രങ്ങൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ, കെയ്റോ കത്തുകൾ, ഇതൊക്കെ എഴുതിയത് SK പൊറ്റക്കാടാണ്. ഇനി സഞ്ജയൻ എഴുതിയതാണ് ഞാൻ കണ്ട യൂറോപ്പ് എന്ന് പറയുന്ന കൃതി. ഞാൻ കണ്ട യൂറോപ്പ് എഴുതിയത് സഞ്ജയനാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മലയാളത്തിലെ ആദ്യത്തെ വിവർത്തന സഞ്ചാരകൃതി. ശ്രദ്ധിച്ചോണം, മലയാളത്തിലെ ആദ്യത്തെ വിവർത്തന സഞ്ചാരകൃതി ഒർഷ്യം തിരിയാത്രയാണ്. യോഹന്നാൻ്റെ ഒർഷ്യം തിരിയാത്ര. മലയാളത്തിലെ ആദ്യത്തെ വിവർത്തന സഞ്ചാരകൃതി ഒർഷ്യം തിരിയാത്ര യോഹന്നാനാണ്. കാശിയാത്ര റിപ്പോർട്ട എന്ന് പറയുന്ന എഴുതിയത് കട്ടയാട്ട് ഗോവിന്ദമേനോൻ. കട്ടയാട്ട് ഗോവിന്ദമേനോൻ്റെ കാശിയാത്ര റിപ്പോർട്ട. കുംഭകോണ യാത്ര എഴുതിയത് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. മദുരാശി യാത്ര കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കുംഭകോണ യാത്ര കുഞ്ഞികൃഷ്ണ മേനോൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മദുരാശി യാത്ര. രാമേശ്വര യാത്രാ വർണ്ണനാകാവ്യം വെൺമണി അച്ഛൻ്റെ രാമേശ്വര യാത്രാ വർണ്ണനാകാവ്യം. രാമേശ്വര യാത്രാ വർണ്ണനാകാവ്യം വെൺമണി അച്ഛൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ്റെ മദുരാശി യാത്ര. കുംഭകോണ യാത്ര ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ്റെയാണ്. ഒന്നുകൂടെ പറയാം. രാമേശ്വര യാത്രാ വർണ്ണന വെൺമണി അച്ഛൻ. മദുരാശി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കുംഭകോണ യാത്ര ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. ഇനി മലയാള പദ്യശാഖയിലുള്ള ആദ്യത്തെ യാത്രാവിവരണം. പദ്യത്തിലുള്ള ആദ്യത്തെ യാത്രാവിവരണം ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്രയാണ്. പദ്യത്തിലുള്ള ആദ്യത്തേത് ധർമ്മരാജാവിൻ്റെ
രാമേശ്വര യാത്രയാണ്. ഇത് തുള്ളൽ പാട്ടായിട്ടാണ് രചിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി KP കേശവമേനോൻ്റെ അറിയാലോ, ബിലാത്തി വിശേഷം എന്നുള്ളതാണ്. ഇനി നമുക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കുറച്ച് യാത്രാ വിവരണം കൂടി നോക്കാം. അതിന് ചിലപ്പോൾ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് കിട്ടിയത് അടരുന്ന കക്കുകൾക്കാണ്. ആരാണ് എഴുതിയത്? ആശാ മേനോൻ്റെ അടരുന്ന കക്കുകൾ. ഹെർബേറി എഴുതിയത് ആശാ മേനോനാണ്. രണ്ടാമത് കിട്ടിയത് നേപ്പാൾ ഡയറി എന്ന് പറയുന്ന കൃതിക്കാണ്. നേപ്പാൾ ഡയറി കൃഷ്ണൻ പാട്ടിയാണ്. നേപ്പാൾ ഡയറി SK പൊറ്റേക്കാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് കിട്ടിയത് നേപ്പാൾ ഡയറി കൃഷ്ണൻ പാട്യം. മൂന്നാമത് മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും ശിവദാസനാണ്. മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും ശിവദാസനാണ്. പിന്നെ ആമസോണും കുറേ വ്യാകുലതകളും MB വീരേന്ദ്രകുമാറിൻ്റെയാണ്. നല്ല ഹൈമവത പൂവിലും MB വീരേന്ദ്രകുമാറിൻ്റെയാണ്. ബാൾട്ടിക് ഡയറി പറഞ്ഞു, സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. പിന്നെ ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര ബൈജു N നായരുടെയാണ്. പിന്നെ 2022 മുറിവേറ്റുവരുടെ പാടുകൾ ഹരിദാസ് സാവത്രികയാണ്. ഉത്തരാഖണ്ഡിലൂടെ എന്നുള്ളത് MK രാമചന്ദ്രൻ്റെയാണ്. അതിനും കിട്ടിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലൂടെ MK രാമചന്ദ്രൻ. വോൾഗ തരംഗങ്ങൾ TN ഗോപകുമാറിൻ്റെയാണ്. വോൾഗ തരംഗങ്ങൾ. ഇനി മന്നത്ത് പത്മനാഭൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ FMS യാത്ര. മന്നത്ത് പത്മനാഭൻ്റെയാണ് ഞങ്ങളുടെ FMS യാത്ര എന്നുള്ളത്. ഞങ്ങളുടെ FMS യാത്ര. EK നയനാരുടെയാണ് വിദേശ യാത്രകൾ. വിദേശ യാത്രകൾ എന്നുള്ളത് EK നയനാരുടെയാണ്. ഇനി സഞ്ചാര സാഹിത്യം എന്ന പേരിൽ തന്നെ കൃതി എഴുതിയിട്ടുണ്ട്. ആരാണ്? SK പൊറ്റേക്കാട്. സഞ്ചാര സാഹിത്യം മലയാളത്തിലെ രമേശ് ചന്ദ്രൻ. സഞ്ചാര സാഹിത്യം എന്ന് പേരിൽ എഴുതിയത് SK പൊറ്റേക്കാട്. സഞ്ചാര സാഹിത്യം മലയാളത്തിലെ രമേശ് ചന്ദ്രൻ്റെയാണ്. പുരുഷാന്തരങ്ങളുടെ പറഞ്ഞു വയലാറാണ്. പിന്നെ KR ഗൗരമ്മയുടെ ലണ്ടൻ ഡയറി ഉണ്ട്. ലണ്ടൻ ഡയറിയൊക്കെ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. ഓക്കെ. SK പൊറ്റേക്കാട് ലണ്ടൻ ഡയറി ഉണ്ട്. ഇനി KM ജോർജിൻ്റെയാണ് അമേരിക്കയിൽ പോയ കഥ. അമേരിക്കയിലൂടെ എന്നുള്ളത് ഒരെണ്ണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അമേരിക്കൻ തിരശീല തകഴി. അപ്പം പിന്നെ അമേരിക്കൻ ഡയറി എന്ന് പറഞ്ഞിട്ട് മേക്കൊല്ല പരമേശ്വരൻ പിള്ള ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, അമേരിക്കൻ ഡയറി എന്ന് പറഞ്ഞിട്ട്. കാളപ്പൂരിൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞ് എഴുതിയത് KT രാമവർമ്മയാണ്. കാളപ്പൂരിൻ്റെ നാട്ടിൽ എന്നുള്ളത് KT രാമവർമ്മയുടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ജീവചരിത്ര സാഹിത്യത്തിലേക്ക് പോകാം. മലയാളത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ജീവചരിത്രം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ചരിത്ര സംക്ഷേപമാണെന്ന് പറയുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ചരിത്ര സംക്ഷേപമാണ് മലയാളത്തിൽ ആദ്യം ഉണ്ടായ ജീവചരിത്രം എന്നാണ് പറയുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം. മഹാചരിത്ര സംഗ്രഹം കേരളവർമ്മയുടെയാണ്, ഓർത്ത് വെച്ചേക്കണം. മഹാചരിത്ര സംഗ്രഹം എന്നുള്ളത് മഹാചരിത്ര സംഗ്രഹം കേരളവർമ്മ. മഹാചരിത്ര സംഗ്രഹം കേരളവർമ്മയുടെയാണ്. അസ്തമിക്കാത്ത വെളിച്ചം അത് MK സാനു എഴുതിയതാണ്. അസ്തമിക്കാത്ത വെളിച്ചം MK സാനു. വയലപ്പള്ളിയിലെ വാക്കുകളിലെ മന്ത്രശക്തി, മൃത്യുഞ്ജയം കാവ്യ ജീവിതം കുമാരനാശാനെ പറ്റി. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നുള്ളത് ബഷീറിനെ പറ്റി എഴുതിയിട്ടുണ്ട്. കാറൽ മാക്സ് എന്ന് പറയുന്ന ജീവചരിത്രം എഴുതിയത് സ്വദേശാഭിമാനിയാണ്. കാറൽ മാക്സ് എന്ന് പറയുന്നത്. അതേപോലെ ടോൾസ്റ്റോയുടെ കഥ എഴുതിയത് K സുരേന്ദ്രനാണ്. ടോൾസ്റ്റോയുടെ കഥ K സുരേന്ദ്രൻ. അതൊന്നും ചോദിച്ചിട്ടില്ല. MK സാനുവിൻ്റെയാണ് കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ. അറിയപ്പെടാത്ത EMS ചോദിച്ചിട്ടുണ്ട്. അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. അറിയപ്പെടാത്ത EMS അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. നവഭാരത ശില്പികൾ KP കേശവമേനോൻ. ഈ KP കേശവമേനോൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിയിട്ട് പോകണം. നവഭാരത ശില്പികൾ KP കേശവമേനോൻ്റെയാണ്. മലയാളത്തിൻ്റെ ബഷീർ അഴീക്കോട് എന്ന വിചാരശില്പി. ഇതൊക്കെ എഴുതിയത് പോൾ മണലിലാണ്. മലയാളത്തിൻ്റെ ബഷീർ അഴീക്കോട് എന്ന വിചാരശില്പി. ഇതൊക്കെ എഴുതിയത് പോൾ മണലിലാണ്. ഈ ഒരു മലയാളി മറ്റൊരു മലയാളിയെക്കുറിച്ച് എഴുതിയ ആദ്യത്തെ ജീവചരിത്രമാണ് ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ. എഴുതിയത് PN നാരായണപിള്ളയാണ്. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ PN നാരായണപിള്ളയുടെയാണ്. അടുത്ത കർണാടക സംഗീതാചാര്യൻ ത്യാഗരാജസ്വാമികളുടെ ജീവചരിത്രം ആസ്പദമാക്കി നാദബ്രഹ്മം തേടി എന്ന് പറയുന്നത് എഴുതിയത് മേലൂർ ദാമോദരനാണ്. നാദബ്രഹ്മം തേടി മേലൂർ ദാമോദരൻ. അർണോസ് പാതിരിയെ കുറിച്ച് എഴുതിയത് മാത്യു ഉലകംതറ. അർണോസ് പാതിരി മാത്യു ഉലകംതറയാണ്. MB പോൾ കലാപത്തിൻ്റെ തിരുശേഷിപ്പുകൾ അത് ജോർജ് ഓണക്കൂറിൻ്റെയാണ്. MB പോൾ കലാപത്തിൻ്റെ തിരുശേഷിപ്പുകൾ ജോർജ് ഓണക്കൂറിൻ്റെയാണ്. സമരപദങ്ങളിലെ പെൺപെരുമ A കൃഷ്ണകുമാരി. ശ്രദ്ധിച്ചോണം, സമരപദങ്ങളിലെ പെൺപെരുമ A കൃഷ്ണകുമാരിയുടെയാണ്. ശക്തൻ തമ്പുരാൻ എല്ലാവർക്കും അറിയാലോ, പൂത്തെഴുത്ത് രാമൻ മേനോൻ്റെ ശക്തൻ തമ്പുരാൻ. സമരപദങ്ങളിലെ പെൺപെരുമ A കൃഷ്ണകുമാരി. ശക്തൻ തമ്പുരാൻ പൂത്തെഴുത്ത് രാമൻ മേനോൻ്റെയാണ്.
ബഷീർ ഉമ്മണി വലിയൊരു പേജ് മാങ്ങാട് രത്നാകരൻ. ബഷീർ ഉമ്മണി വലിയൊരു പേജ് മാങ്ങാട് രത്നാകരൻ. നിങ്ങൾ ഈ ആശാനെ പറ്റിയും ബഷീറിനെ പറ്റിയുള്ള ജീവചരിത്രങ്ങൾ നോക്കിയിട്ട് പോവുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഇനി കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തെ ആസ്പദമാക്കി ദേവഗുരുവിൻ്റെ ഒഴിവുകാലം മോഹനനാണ് രചിച്ചത്. ദേവഗുരുവിൻ്റെ ഒഴിവുകാലം മോഹനാണ്. തീക്കടൽ കടഞ്ഞ തിരുമധുരം എഴുത്തച്ഛൻ്റെ സി രാധാകൃഷ്ണനാണ് എഴുതിയത്. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, അത് ജമാൽ മുഹമ്മദിൻ്റെ ആണ്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേനലിൽ തുഴഞ്ഞ ദൂരങ്ങൾ നാലപ്പാട്ട് സുലോചനയാണ്. ആരെപ്പറ്റി? അവരുടെ അമ്മയായ ബാലാമണിയെപ്പറ്റി. വേനലിൽ തുഴഞ്ഞ ദൂരങ്ങൾ എന്നുള്ളത്. വൈജ്ഞാന സാഹിത്യത്തിലാണ് നിഘണ്ടുക്കൾ അങ്ങനെയുള്ള കൃതികളൊക്കെ വരുന്നത്. അപ്പം നിഘണ്ടുക്കളുടെയൊക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ഇപ്പം കുഴിക്കാട്ട് പച്ച അതൊരു തന്ത്രഗ്രന്ഥമാണ്. അപ്പം അത് പഠനവും വിശകലനവും എന്ന് പറഞ്ഞിട്ടൊരു കൃതി വന്നിട്ടുണ്ട്. നെത്തല്ലൂർ ഹരികൃഷ്ണനാണ് കുഴിക്കാട്ട് പച്ച പഠനവും വിശകലനവും. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് വൈജ്ഞാനിക സാഹിത്യത്തിൽ വരുന്നത്. ആംഗല സാമ്രാജ്യം AR എഴുതിയ സംസ്കൃത കൃതിയാണ് ആംഗല സാമ്രാജ്യം എന്നുള്ളത്. അതേപോലെ ചികിത്സാ മഞ്ജരി എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. ആരെഴുതിയ? പുലാമന്തോൾ മൂസിൻ്റെ ചികിത്സാ മഞ്ജരി എന്നുള്ളൊരു കൃതി. വള്ളത്തോളിൻ്റെ കൃതി ആരോഗ്യ ചിന്താമണി. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ശാസ്ത്രകൃതികളായിട്ടുള്ള പ്രാണി വംശചരിതം എഴുതിയത് K സുകുമാരൻ. അതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാവുന്ന വൈജ്ഞാനിക നിഘണ്ടുക്കളൊക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷനാണ് ആത്മകഥ എന്ന് പറയുന്നത്. ആത്മകഥയിൽ സാമാന്യ ലക്ഷണങ്ങളുള്ള ആദ്യത്തെ ആത്മകഥാ കൃതിയായിട്ട് പരിഗണിക്കുന്നത് എൻ്റെ നാടുകടത്തലാണ്. ആരുടെയാണ്? സ്വദേശാഭിമാനിയുടെയാണ് എൻ്റെ നാടുകടത്തൽ എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ പ്രഥമ കൃതി വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ആത്മകഥയാണ്. പ്രഥമ കൃതിയായിട്ട് പറയുന്നത് വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ആത്മകഥയാണ്. പക്ഷേ ലക്ഷണമൊത്തതെന്ന് പറയുമ്പോൾ സ്വദേശാഭിമാനിയുടെ എൻ്റെ നാടുകടത്തൽ വരും. 1911 ഇദ്ദേഹത്തിൻ്റെ ഭാര്യ B കല്യാണിയമ്മ രചിച്ചതാണ് വ്യാഴവട്ട സ്മരണകൾ. സാഹിത്യ പഞ്ചാനൻ്റെ PK നാരായണപിള്ളയുടേത് സ്മരണമണ്ഡലം എന്നുള്ളത് PK നാരായണപിള്ളയുടെയാണ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ്റെ ആണ്. പിന്നെ ആത്മകഥ എന്ന പേരിൽ സർദാർ KM പണിക്കർ എഴുതിയിട്ടുണ്ട്. അതേപോലെ കോവണി നെടുങ്ങാടിയുടേതും ആത്മകഥ എന്ന പേരിലാണ്. സർദാർ KM പണിക്കറും കോവണി നെടുങ്ങാടിയൊക്കെ. എൻ്റെ കഥ അറിയാലോ, മാധവിക്കുട്ടിയുടെ ആണ്. EMSഉം ആത്മകഥ എന്ന പേരിലാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ കുതിപ്പും കിതപ്പും ചോദിച്ചിട്ടുണ്ട് ഫാദർ ജോസഫ് വടക്കൻ. എൻ്റെ കുതിപ്പും കിതപ്പും ജോസഫ് വടക്കൻ്റെ ആണ്. എൻ്റെ കുതിപ്പും കിതപ്പും. അപ്പോൾ ആത്മകഥ എന്ന പേരിൽ എഴുതിയിട്ടുള്ളത് EMS എഴുതിയിട്ടുണ്ട്, കോവണി നെടുങ്ങാടി എഴുതിയിട്ടുണ്ട്, സർദാർ KM പണിക്കർ എഴുതിയിട്ടുണ്ട്. ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആത്മരേഖ എന്നുള്ളത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ആണ്. EMSൻ്റെതും ആത്മകഥ എന്ന പേരിലാണ്. അപ്പം ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഇനി ഓർമ്മയുടെ ഓളങ്ങളിൽ G ശങ്കരക്കുറുപ്പ്. തീരങ്ങളിലാകുമ്പോഴോ? ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി. ഓർമ്മയുടെ അറകൾ ബഷീറാണ്. ഞാൻ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് NN പിള്ളയും ഉണ്ട്. NN പിള്ള ഞാൻ എന്ന പേരിലാണ് എഴുതിയത്. ഞാൻ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആണ്. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നുള്ളത്. ഇനി എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാടിൻ്റെയാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ. അഭിനയചിന്തകൾ കാമ്പിശ്ശേരി കരുണാകരൻ. അഭിനയചിന്തകൾ എന്ന പേരിൽ എഴുതിയത് കാമ്പിശ്ശേരി കരുണാകരനാണ്. ഒളിവിലെ ഓർമ്മകൾ തൊപ്പിൽ ഭാസിയുടെ ആണ്. അടുക്കളയിൽ നിന്നും പാർലമെൻറ്റിലേക്ക് ഭാരതി ഉദയഭാനു. പൊൻകുന്നം വർക്കിയുടേത് എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിയുടേതാണ്. മേരി ജോൺ തോട്ടത്തിൻ്റെ ആത്മകഥ വാനമ്പാടി മേരി ജോൺ തോട്ടം. ശ്രീകുമാരൻ തമ്പിയുടേത് എൻ്റെ മനോരാജ്യങ്ങൾ. ജീവിതത്തിൻ്റെ പെൻഡുലം എന്ന് പറയുന്നൊരു കൃതിയും ശ്രീകുമാരൻ തമ്പിയെ പറ്റിയിട്ടുള്ളതാണ്. എൻ്റെ മനോരാജ്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. പതറാതെ മുന്നോട്ട് K കരുണാകരൻ്റെ ആണ്. KM മാത്യു രചിച്ച ആത്മകഥ എട്ടാമത്തെ മോതിരം. 8ാം ക്ലാസ്സിലോ മറ്റോ അതിൽ നിന്നൊരു പോർഷൻ പഠിക്കാനുണ്ട്. എട്ടാമത്തെ മോതിരം KM മാത്യു. കാലപ്പകർച്ചകൾ ദേവകി നിലയങ്കോട്. മനസാ സ്മരാമി S ഗുപ്തൻ നായരുടെ ആണ്. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ തിരനോട്ടം. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കലാമണ്ഡലം രാമൻകുട്ടി മേനോൻ്റെ തിരനോട്ടം. ഞെരളത്ത് രാമപൊതുവാളിൻ്റെ സോപാനം. തിരനോട്ടം കലാമണ്ഡലം രാമൻകുട്ടി നായർ.
ഞെരളത്ത് രാമപൊതുവാളിൻ്റെ സോപാനം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. കഥ ഇതുവരെ ബാബു പോളിൻ്റെയാണ്. കഥ ഇതുവരെ എന്നുള്ളത് ബാബു പോളിൻ്റെ ആണ്. അടുത്ത കുറച്ച് അവാർഡ് കിട്ടിയിട്ടുള്ളതിനെ നോക്കാം. ആദ്യമായിട്ട് ആത്മകഥയ്ക്കൊരു അവാർഡ് കിട്ടുന്നത് തിക്കൊടിയനാണ്. തിക്കൊടിയൻ്റെ കൃതി അരങ്ങ് കാണാത്ത നടൻ. രണ്ടാമത് കിട്ടുന്നത് അർത്ഥവിരാമത്തിനാണ്. അമർത്യാനന്ദയുടെ അർത്ഥവിരാമം. ആദ്യം അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയൻ, രണ്ടാമത് അർത്ഥവിരാമം അമർത്യാനന്ദ. ഓക്കെ. ഇനി ONVയുടെ ആത്മകഥ ഓർമ്മയിലെ നിലാക്കീറുകൾ. പൂക്കുയിൽ മണ്ണിൽ എഴുതിയതെന്ന് പറഞ്ഞ ഒരെണ്ണവും കൂടിയുണ്ട്. അപ്പം ഓർമ്മയിലെ നിലാക്കീറുകൾ ONVയുടെ ആണ്. ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഈച്ചിര വാര്യരുടെയാണ്. മഞ്ജുതരം എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. കലാമണ്ഡല ഹൈദരാലിയുടെ മഞ്ജുതരം എന്നുള്ളത്. പിന്നെ KR ഗൗരിയമ്മയുടെ പറഞ്ഞു ആത്മകഥ എന്നുള്ള പേരിൽ തന്നെയാണ്. ശുചീന്ദ്രം രേഖകൾ TN ഗോപകുമാറിൻ്റെയാണ്. ശുചീന്ദ്രം രേഖകൾ TN ഗോപകുമാറിൻ്റെ കൃതിയാണ്. അതേപോലെ ആത്മായനം മുനി നാരായണപ്രസാദിൻ്റെയാണ് ആത്മായനം എന്ന് പറയുന്നത്. ഗ്രീൻ റൂം എന്ന് പറയുന്നത് ഇബ്രാഹിം വേങ്ങരയുടെ ആത്മകഥയാണ്. ഗ്രീൻ റൂം. എതിരെന്നുള്ളത് N കുഞ്ഞാമൻ്റെയാണ്. എതിര് 2021 അവാർഡ് കിട്ടിയതാണ്. എതിര് N കുഞ്ഞാമൻ്റെയാണ്. ആറ്റുപോകാത്ത ഓർമ്മകൾ TJ ജോസഫിൻ്റെ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചേക്കാം, ഏതെങ്കിലുമൊക്കെ കിട്ടും. ഓക്കെ.